എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. ഓരോ ദിവസവും കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രമാണെന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടണില്ല. ബോയിച്ചിൻ്റെ പുസ്തകത്തിലേക്ക് ഒരു വട്ടം വായിച്ചതുപോലെ കരം കൂപ്പി കണ്ണ് നിറഞ്ഞു നിൽക്കാനും മാത്രം അനുഗ്രഹങ്ങൾ ഓരോ ദിവസങ്ങളും, ഒറ്റ ദിവസത്തെ കാര്യമല്ല പറയണത്, എല്ലാ ദിവസങ്ങളിലും കരം കൂപ്പി കണ്ണ് നിറഞ്ഞു നിൽക്കാനും മാത്രം അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ട് ഈ രക്ഷയുടെ പാനപാത്രം ഉയർത്തി അവിടത്തേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ പോവാത്തത്? 10 പേരല്ലേ സുഖപ്പെടുത്ത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? ആ ദൈവം എന്ന് പറയുന്നിടത്തെ വാക്ക് സർവശക്തിയുള്ളവനെന്ന കർത്താവ് ഉപയോഗിച്ചിരിക്കണം. എല്ലാ പ്രപഞ്ചത്തിൻ്റെയും അധിനാഥനായവന് മുൻപിലേക്ക് ഒന്ന് തിരികെ വന്നൊന്ന് മടങ്ങി വന്ന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും സാധിച്ചില്ലേ? അപ്പോൾ വേനകേന്ദ്രങ്ങളിലെ തിരക്ക് കണ്ടിട്ടുണ്ട്. ഒരു 9 ആഴ്ച നിരന്തരമായിട്ട് വരുന്ന ഒരാളെ 10ാമത്തെ ആഴ്ച കാണുന്നില്ല. കാരണം അത് നേർച്ചയായിരുന്നു. ആ നേർച്ചയിൽ 9 ആഴ്ച കൃത്യമായിട്ട് വന്ന് പങ്കെടുത്തോളാം. അത് കഴിഞ്ഞ് ആ സമയങ്ങളിൽ തന്നെ ഏതാണ്ട് എല്ലാവർക്കും തന്നെ ലഭിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ. നിലവിളിയുടെ പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഈ നിലവിളി സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ നൊമ്പരം കാണുന്ന തമ്പുരാൻ ആ വാക്കുകളിലെ ഒരു വിഹ്വലതകൾ മനസ്സിലാക്കുന്ന തമ്പുരാൻ ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കുമെന്ന് പറഞ്ഞ് വരുന്ന ഓരോ മനുഷ്യരെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന തമ്പുരാൻ ഇവരുടെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ഉത്തരം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടിയിട്ട് പിന്നീട് എന്തുകൊണ്ടാണ് തിരികെ അവർ വരാത്തത്? ഒരു നന്ദി പറയാനായിട്ട് പോലും പിന്നെ അവരെ കാണാൻ കിട്ടുന്നില്ലല്ലോ. നമ്മളൊക്കെ ചിലപ്പോൾ ആ ഗണത്തിൽ പെടുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞ് ഈ കർത്താവിന് തിരികെ വന്ന് നന്ദി പ്രകാശിപ്പിക്കുവാനും മാത്രമുള്ള ഒരു സേക്രഡ് സെൻസ് കിട്ടിയ ആ ഒരു വിജാതീയനെ കണക്ക് കർത്താവെ തന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കൃതജ്ഞതയോടുകൂടെ സർവശക്തനായ അവിടെ നിന്നാണ് എന്നെ പരിപാലിക്കുന്നതെന്നും അവിടെ നിന്നില്ലെങ്കിൽ അവിടെ നിന്ന് മനസ്സായില്ലെങ്കിൽ എനിക്ക് ജീവൻ പോലും ജീവിതം പോലും അസാധ്യമാണെന്നൊക്കെയുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വേണം ആഴമായ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അവനെ ഒന്ന് ആരാധിക്കാനായിട്ട്.